ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു ഇങ്ങനെ മനസ്സിൽ പറയുക, ഇന്ന് എന്തായാലും നമ്മൾ തമ്മിലുള്ള പിണക്കം എന്ന് പറഞ്ഞ് ഞാൻ തീർക്കും. ഈ സമയത്ത് രാജുവിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് ഋതികയെ കണ്ടതും രാജു പറയുക, മേഡം അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാക്കല്ലേ, നമ്മൾ തമ്മിലുള്ള പിണക്കമെല്ലാം മാറിയെന്ന് അമ്മയെ വിശ്വസിപ്പിക്കണം. രാജു അങ്ങനെ പറഞ്ഞത് കേട്ട് ഋതിക പറയുക, ഞാനേ ആക്ട്രസ് ഒന്നും അല്ല, നാച്ചുറലായിട്ട് ആക്ട് ചെയ്യാൻ. ഈ സമയത്ത് രാധമ്മയാണെങ്കിൽ മക്കളെ എന്നിങ്ങനെ ഉറക്ക വിളിക്കുന്നുണ്ട്. രാജു പറയുന്നത്, വേണ്ട മേഡം, അമ്മ വിളിക്കുന്നു, മേഡം വരൂ എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. രാധമ്മ അവരെ കണ്ടിട്ട് ഉടനെ പറയുന്നു, മോളിരിക്ക്, ഞാൻ ചായ എടുക്കാം. അപ്പോൾ ചായയും സ്നാക്സും ഒക്കെ ഇങ്ങനെ രാധമ്മ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. സ്നാക്സ് എടുത്ത് കഴിച്ചിട്ട് രാജു ചോദിക്കുന്നു, ഇത് അമ്മയാണോ ഉണ്ടാക്കിയത്? അപ്പോൾ ഋതിക പറയാ, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ ടേസ്റ്റാണ് രാധമ്മേ എന്നിങ്ങനെ ഋതിക പറയുമ്പോൾ രാജു പറയാ, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കാൻ നല്ലതായിട്ട് അറിയാം, അതെനിക്കും നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്നിങ്ങനെ ഋതികയും പറയുന്നുണ്ട്. രാജു ചോദിക്കും, അമ്മ അച്ഛൻ എവിടെ? ഇവിടെ അങ്ങ് നോക്കിയിട്ട് കണ്ടില്ലല്ലോ. അത് മോനെ എന്തോ അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് കുറച്ച് മുമ്പ് പുറത്തോട്ട് പോയതാ. അല്ല, പ്രിയേച്ചിയും കണ്ടില്ലല്ലോ രാധമ്മേ, പ്രിയേച്ചി ഇതെവിടെ പോയി എന്നിങ്ങനെ ഋതി ചോദിക്കുമ്പോൾ രാധമ്മ പറയുക, ശ്രീമോളുടെ കാര്യം നോക്കാൻ അവിടെ സഹായത്തിന് ആരും ഇല്ലല്ലോ, അങ്ങനെ ഒരു 3-4 ദിവസം അവിടെ പോയി നിൽക്കാൻ വേണ്ടി പ്രിയ പോയിരിക്കുക. അതിനമ്മേ, ആ ഹരീഷിന് നമ്മളെ ആരുടെയും സഹായം വേണ്ടെന്ന് ധിക്കാരമല്ലേ അവൻ പറയുന്നത്? എടാ മോനെ, അതെ, നീയും ഞാനും വേണുവേട്ടനും ചെല്ലുമ്പോഴേ ഉള്ളു അവന് പിണക്കം, പ്രിയയും ജയനും ചെല്ലുന്നതിന് അവനൊരു പിണക്കവും ഇല്ല, അതിനാ സന്തോഷമേ ഉള്ളൂ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഋതിക അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ രാധമ്മ രാജുവിനോട് ചോദിക്കുന്നു, എടാ മോനെ, മാനം തെളിഞ്ഞോ? അതെന്താ അമ്മേ, മഴയൊന്നും പെയ്തില്ലല്ലോ, മാനത്ത് മഴക്കാറുമില്ലല്ലോ. എടാ മണ്ട, നിങ്ങൾ തമ്മിലുള്ള വഴക്ക് മാറിയോ എന്നാ ഞാൻ ചോദിച്ചത്. ഓ, അതാണോ അമ്മ ചോദിച്ചത്? അതെ, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ചിലയിടങ്ങളിലെ ഇടിമിന്നലോടുകൂടി മഴ പെയ്യും. ഈ അറബിക്കടലിലെ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുക. അത് കേട്ടിട്ട് രാധമ്മ ചോദിക്കുക, ഈ മത്സ്യബന്ധനം നടത്തുന്നവർക്ക് കടലിൽ പോകാനെങ്ങാനും പറ്റുമോ? പോയാലേ കടലങ്ങ് എടുക്കും എന്ന് പറഞ്ഞിട്ട് രാജു അകത്തോട്ട് കയറി അങ്ങ് പോവുക. രാജു പറഞ്ഞ വർത്തമാനമൊക്കെ ഓർത്ത് രാധമ്മ അവിടെ അങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്ത് ജഗന്നാഥനും വേണുവേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ജഗന്നാഥൻ പറയുക, അംബികയെ എന്നെ വല്ലാതെ വേട്ടയാടുകയായിരുന്നു, ഇക്കാലം അത്രയും ഞാൻ അവളുടെ തടവറയിൽ കിടക്കുമായിരുന്നു. അപ്പോൾ വേണുവേട്ടൻ ചോദിക്കുക, നീ അവിടുന്ന് രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പോലീസിനെ സമീപിക്കാൻ വയ്യായിരുന്നോ? ഞാൻ അതിനൊക്കെ ഒരുപാട് ശ്രമിച്ചതാ വേണു, പക്ഷെ അവൾ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല. പണ്ട് ബോംബെയിൽ കിരീടം ഉറപ്പിച്ച അധോലോക രാജാക്കന്മാരില്ലേ, അവരെക്കാളൊക്കെ ഭയങ്കരിയാണ് ഈ അംബിക. മിനിസ്റ്ററുടെ ചേച്ചിയല്ലേ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വളരെ ഉന്നതന്മാരുമായിട്ടാണ് അവൾക്ക് ബന്ധം. പിന്നെ അവൾക്ക് വാരിയറിയാൻ സൂര്യമംഗലത്തെയും പ്രതാപന്റെയും കാശും ഇഷ്ടത്തിനുണ്ടല്ലോ. പിന്നെ എന്ത് വേണം അവൾക്ക്? വേണുവേട്ടൻ പറയുക, പശുത്തൊഴുത്തിലെ ചാണകവും മാരി പാലും വിറ്റ് നടന്നവളാ അവള്. നിനക്കറിയില്ല വേണു, അവളൊരു ക്രിമിനലാ എന്നിങ്ങനെ ജഗന്നാഥൻ പറയുമ്പോൾ വേണു പറയുക, നീ പറഞ്ഞത് ശരിയാ, മഹാദേവർമ്മ സാറിന് ഇവളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പത്മയും ജഗന്നാഥനെയും അകറ്റേണ്ടത് അവളുടെ ഒരു അജണ്ട തന്നെയായിരുന്നു. പ്രതാപന്റെ ജീവിതത്തിൽ പത്മ ഉണ്ടാകരുത്, അതിനവൾ കരുവാക്കിയത് എന്നെയാണ്. അവൾ എനിക്കൊരു കൊച്ചു പെങ്ങളായിരുന്നു വേണു, അത് നിനക്കും അറിയാവുന്നതല്ലേ? അറിയാവടോ ജഗന്നാഥ, ഇതൊക്കെ വർമ്മ സാർ വിശ്വസിച്ചതാണ് എനിക്ക് അത്ഭുതം. പ്രതാപൻ വിശ്വസിക്കുന്ന രീതിയിലാ വേണു അവൾ ഓരോ കരുക്കളും നീക്കിയത്. അപ്പോൾ വേണുവേട്ടൻ പറയാ, ഞാനും വർമ്മ സാറും അകലാനുള്ള കാരണവും അതുതന്നെയായിരുന്നു. പത്മാവതി മേഡത്തെ ന്യായീകരിച്ച് ഞാൻ സംസാരിച്ചു, അത് വർമ്മ സാറിന് തീരെ ഇഷ്ടമായില്ല. പിന്നെ അകന്നു മാറിയേക്കാന്ന് ഞാനും അങ്ങ് കരുതി. പിന്നെ രാജുവുമായിട്ടുള്ള ബന്ധവാ ഞങ്ങളെ വീണ്ടും അടുപ്പിച്ചത്. ജഗന്നാഥൻ പറയുക, ഈ പീഡനങ്ങൾക്കിടയിലും ഞാൻ ജീവനോടെ നിൽക്കുന്നതിലും എന്നെ ജീവനോടെ നിർത്തിയതിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എൻ്റെ ജീവിതം അംബിക തകർത്തു. പത്മാവതിയുടെയും പ്രതാപൻ്റെയും ജീവിതത്തിൽ നടന്ന യഥാർത്ഥ കാര്യങ്ങൾ എനിക്കറിയാം. അതെല്ലാം ഞാൻ പ്രതാപനോട് പറയും. പ്രതാപൻ സത്യം അറിയണം, ഇല്ലെങ്കിൽ ഞാൻ പ്രതാപനെ അറിയിക്കും. പത്മയും പ്രതാപനും ഒരുമിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഈ ജീവിതം തന്നെ ഞാൻ ബാക്കി വെച്ചിരിക്കുന്നത്. ചെറിയ വേദനകളൊന്നുമല്ല വേണു ഞാൻ അനുഭവിച്ചത്. എനിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അതാ പ്രതാപനെ എനിക്ക് ബോധ്യപ്പെടുത്തണം, എന്നിട്ട് അംബികയെ എനിക്ക് കൊല്ലണം. ഞാൻ അവളെ കൊല്ലും വേണു. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ജഗ, നിന്നോടൊപ്പം എന്തിനും ഞാൻ കൂടെ കാണും എന്ന് വേണുവേട്ടനും പറയുന്നുണ്ട്. കൊച്ചമ്മണി രാജുവിൻ്റെയും ഋതികയുടെയും മുറിക്കകത്ത് വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, ഇവിടുത്തെ കാക്കയ്ക്കും പാറ്റയ്ക്കും പല്ലിക്കുമൊക്കെ മുടിഞ്ഞ കേൾവി ശക്തിയാണ്, അതുകൊണ്ട് എല്ലാ കാര്യവും സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യേണ്ടത്.
ആ പാൽക്കാരി അംബികയെ ഒന്ന് വിളിച്ചു കളയാം, അവളാണല്ലോ ഇപ്പോൾ എൻ്റെ മുതലാളി. അങ്ങനെ കൊച്ചമണി അംബികയുടെ ഫോണിലോട്ട് വിളിക്കുക. അംബിക ആ ഫോൺ കണ്ടിട്ട് പറയും, ആ കിളിപോയ കിളവിയാണല്ലോ, ഇവരെ കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിലോ, എന്തായാലും കോൾ അറ്റൻഡ് ചെയ്യാം എന്നും പറഞ്ഞ് മുണ്ടക്കലമ്മേ എന്ന് വിളിച്ച അംബിക ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അംബിക, ഞാൻ എപ്പോൾ വിളിച്ചാലും അംബിക ഫോൺ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാലേ, ഞാൻ എപ്പോൾ വിളിച്ചാലും അംബികയ്ക്ക് സന്തോഷിക്കാനുള്ള ഒരു കാരണം അതിലുണ്ടാവും. അയ്യോ, അതെനിക്ക് അറിയാമല്ലോ മുണ്ടക്കലമ്മേ എന്നിങ്ങനെ അംബിക സോപ്പിട്ട് സംസാരിക്കുന്നുണ്ട്. കൊച്ചമ്മണി പറയുക, ഞാനേ ഈ പാരവെപ്പ്, തമ്മിലടിപ്പ്, കുതികാല് വെട്ട് ഇതൊക്കെ നിർത്തിയിട്ട് കുറേ കാലമായതാണ്. അങ്ങനെ ഞാനൊരു തങ്കപ്പെട്ട കൊച്ചമ്മണിയായിട്ട് ജീവിച്ച് വരുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അംബികയുടെ സ്നേഹം കൊണ്ട് ഞാനൊരു വെമ്പാല അമ്മണിയായി മാറിയത്. അംബിക ചോദിക്കുക, വെമ്പാല കൊച്ചമ്മണിയോ, അങ്ങനെ ഒരു പേരുണ്ടോ? ആ, അങ്ങനെ ഒരു പേരുണ്ട്. അതെനിക്ക് നാട്ടുകാരിട്ട പേരാ. പണ്ട് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കയ്യിൽ നിന്ന് പുട്ടും കടലയും കഴിച്ചപ്പോൾ പട്ടും വളയും വാങ്ങിച്ച ഒരാളാണ് എൻ്റെ വല്യമ്മാവൻ. ആ അമ്മാവൻ്റെ അനന്തരവളായി എനിക്കും വേണ്ടേ ഒരു അവാർഡ്. അങ്ങനെ കിട്ടിയതാ ഈ വെമ്പാല കൊച്ചമ്മണി എന്നുള്ള അവാർഡ്. ഓ, അങ്ങനെയാണോ? എന്നാലും മുണ്ടക്കലമ്മ കാര്യത്തിലോട്ട് വാ. കൊച്ചമ്മണി പറയുക, ആ കാര്യത്തിലോട്ട് വരുക. ഇവിടെ 2 പ്രണയകൂടങ്ങളുണ്ടല്ലോ, ആ രാജുവും കൃതികയും. ആ 2 പ്രണയ ജോഡികളെ, അതായത് മുരിങ്ങക്കോലും വെണ്ടയ്ക്കായും ഇല്ലാതെ തിളയ്ക്കുന്ന വളവളാന്ന് തിളയ്ക്കുന്ന സാമ്പാർ പോലെയാ. അവരങ്ങനെ കിടന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആ പ്രണയം ഇനി എങ്ങനെങ്കിലും ഒന്ന് തിളപ്പിച്ചെടുക്കണമെന്ന ആ കാമുകൻ രാജുവിൻ്റെ വിചാരം. ഋതികയുടെ മുഖത്തോട്ട് നോക്കി പറയാൻ ആ കാമുകൻ രാജുവിന് നാണമായുണ്ട് ഒരെഴുത്തായിട്ട് എഴുതി കൊടുക്കാൻ പോവുക. അതാണ് അവൻ്റെ ഇപ്പോഴത്തെ പ്ലാന്. അതിന്ന് ഞാൻ പൊളിക്കും എന്നിങ്ങനെ കൊച്ചമണി പറയുമ്പോൾ അമ്പി ചോദിക്കും, അതെങ്ങനെയാ? അപ്പോൾ കൊച്ചമണി പറയാം, ദേണ്ടേ അപ്പവും ദോശയൊക്കെ ആവശ്യത്തിന് കഴിച്ചു, പക്ഷേ കുഴിയെണ്ണാൻ നിൽക്കണ്ട. എങ്കിലും എൻ്റെ പാരകളുടെ ചില സാമ്പിൾ ഐറ്റംസ് ഞാൻ അംബികയുടെ മൊബൈലോട്ട് അങ്ങോട്ട് ഇട്ട് തരാം. അങ്ങനെ കൊച്ചമ്മണി അവളുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിരുന്നതെല്ലാം അംബികയ്ക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. രാജു പറയുന്നു, എനിക്ക് മാഡത്തിനോട് എൻ്റെ പ്രണയം തുറന്നു പറയാനുള്ള ധൈര്യമില്ല, അതുകൊണ്ടൊരു ലെറ്റർ എഴുതി കൊടുക്കാം. ആ മെസ്സേജ് കേട്ടിട്ട് അംബിക പറയുക, ഒരു വിവരമില്ലാത്ത തള്ള, എങ്കിലും ആള് കൊള്ളാമല്ലോ. തൽക്കാലം ഞാൻ നിർത്തുക. കാമുകന്മാരെ അടിവെച്ച് പിരിയുന്നതോടെ എൻ്റെ അക്കൗണ്ടിലോട്ട് എമൗണ്ട് വീണോണം എന്ന് പറഞ്ഞ് കൊച്ചമണി ഫോൺ കട്ട് ചെയ്യുവാണ്. അംബിക മനസ്സിൽ പറയുക, ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ തള്ള, മായവില്ലാത്ത വിഷമാണ്. എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം എന്നൊക്കെ ഓർത്തിങ്ങനെ അംബിക അവിടെ നിൽക്കുക. കൊച്ചമണി എന്നിട്ട് രാജുവിൻ്റെയും ഋതികയുടെയും മുറിയിൽ വന്നിട്ടിങ്ങനെ നോക്കുക. ആരും കാണാതെ ഈ ഫോൺ എവിടെയാവുന്നു വെക്കുന്നത്. അവരുടെ സംസാരം പിടിച്ചെടുക്കണമെങ്കിൽ ഈ ഫോൺ ഇവിടെ വെച്ചേ പറ്റത്തുള്ളൂ. ആ സമയം രാജു അങ്ങോട്ട് വരുന്നുണ്ട്. കൊച്ചമണി പറയുക, അയ്യോ ചതിച്ചോ എൻ്റെ ഭഗവാനെ, വിരളി പിടിച്ച കാമുകൻ വരുന്നുണ്ട്, ഞാനിനി എന്ത് ചെയ്യും എന്നും പറഞ്ഞ് പെട്ടെന്ന് ആ കട്ടിലിൻ്റെ അടിയിലോട്ട് കയറുവാണ് കൊച്ചമണി. നടുവീന്ന് മുതുകിൽ നിന്നുമൊക്കെ പടക്കം പൊട്ടുന്ന പോലെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അയ്യോ, എൻ്റെ എല്ലൊക്കെ പൊട്ടുന്നതാണോ? നല്ല വേദനയുണ്ടല്ലോ. എൻ്റെ ദൈവമേ, ഈ കട്ടിലിനടിയിൽ നിന്നും ഒരു അവിഞ്ഞ നാറ്റവും വരുന്നുണ്ടല്ലോ. ഈ നാറ്റം കാരണം തുമ്മാനും വരുന്നു. അയ്യോ, തുമ്മാനും പറ്റത്തില്ലല്ലോ, തുമ്മിയാലിപ്പോൾ പാൽപ്പായസത്തിൽ തുമ്മിയതുപോലെ ആയിപ്പോവുമല്ലോ. അങ്ങനെ കൊച്ചമ്മണി ആ കട്ടിലിനടിയിൽ ഫോണും പേനയും ഒക്കെ പിടിച്ച് ശ്വാസം അടക്കി പിടിച്ചിങ്ങനെ കിടക്കുവാണ്. രാജുവാണെങ്കിൽ റൂമിലോട്ട് വന്ന കസേരയിൽ ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. രാജുവിൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ അങ്ങ് താഴോട്ട് വീഴുക. പെട്ടെന്ന് കൊച്ചമ്മണി ആ പേപ്പർ അങ്ങ് എടുത്തു. എങ്ങനെയാണ് എഴുതി തുടങ്ങേണ്ടത് എന്നിങ്ങനെ രാജു മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഋതിക അങ്ങോട്ട് കയറി വരുന്നുണ്ട്. രാജുവാണെങ്കിൽ ഋതിയെ കണ്ടത് മേഡം എന്നിങ്ങനെ വിളിക്കുമ്പോൾ കൊച്ചമ്മണി കട്ടിലിനടിയിൽ നിന്ന് പറയുക, ദൈവമേ, അടുത്ത മാരണവും വന്നല്ലോ, ഇപ്പോഴാകെ പുലിവാലായല്ലോ, എലിപ്പെട്ടിയിൽ വീണ എലിയെപ്പോലായല്ലോ ഞാൻ. രാജു ഋതികയോട് പറയാം, മേഡം എനിക്കൊരു 5 മിനിറ്റ് ഒരു പേഴ്സണൽ വർക്കുണ്ട്, മേഡം ഒരു കുറച്ച് നേരം ഒന്ന് പുറത്തിരിക്കാവോ? ശരിയെന്നും പറഞ്ഞ് ഋതിക പുറത്തോട്ട് പോവുക. ആ സമയത്ത് കൊച്ചമ്മണി എന്തോ ഒന്ന് കടിച്ച പോലെ, ഈശ്വര, പഴുതാര കുത്തിയെന്നാ തോന്നുന്നത്, വേദന കൊണ്ട് പൊളയുവാണല്ലോ. രാജു പറയൂ, ഏതായാലും വാതിലങ്ങ് അടച്ചേക്കാം, അല്ലെങ്കിൽ ആളിയൻ്റെ അമ്മ യൂസ്ലെസ് എവിടെങ്കിലും ഒളിച്ചു നിന്നെല്ലാം കേൾക്കും. ഒരു നശിച്ച കിളവിയാ അത്. അത് കേട്ടിട്ട് കൊച്ചമ്മണി കട്ടിലിനടിയിൽ കിടന്നുകൊണ്ട് മനസ്സിൽ പറയാ, നശിച്ച കിളവി നിന്റെ തള്ളയാടാ ആ രാധമ്മ, ഇന്ന് നിന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ച് തരാവടാ, നോക്കിക്കോ നീ, പഴുതാരയല്ല പാമ്പ് കടിച്ചാൽ പോലും ഞാനിത് തീർത്തിട്ടേ ഇന്ന് ഇവിടുന്ന് പോകത്തുള്ളൂ. അങ്ങനെ വാതിലൊക്കെ അടച്ചിട്ട് രാജു ഇങ്ങനെ കത്തെഴുതാനായിട്ട് തുടങ്ങുവാണ്. കൊച്ചമണി മനസ്സിൽ പറയാ, ദൈവമേ, ഞാനിപ്പോൾ ഒരു സെൻട്രൽ ജയിലിലായതുപോലാണല്ലോ, എന്നാൽ ഇനി ലവ് ലെറ്റർ അങ്ങോട്ട് എഴുതിയാലോ, പറഞ്ഞുകൊണ്ട് എഴുതുമ്പോൾ എനിക്ക് നല്ല ലാംഗ്വേജ് കിട്ടും
എന്നും പറഞ്ഞ് രാജു എഴുതാൻ തുടങ്ങുവാണ്. കൊച്ചമ്മണി മനസ്സിൽ പറഞ്ഞ് അത് ഏതായാലും കൊള്ളാം, ഞാനിതിൽ ഒന്നാന്തരം പാരയാക്കി തരാം. കത്തെഴുതി തീരുന്നവരെ 81 വയസ്സിന് 18 വയസ്സാക്കി തലതെറിച്ച പെണ്ണാക്കി ഞാൻ തരാം. രാജു കത്തെഴുതുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ ഹൃദയയ്ക്ക്, തന്നോട് ഇക്കാര്യം പറയാൻ ഞാൻ ഒത്തിരി തവണ ശ്രമിച്ചതാണ്. കൊച്ചമ്മണി മനസ്സിൽ പറയുക, ഇത് ഞാൻ അടിപടലം മാറ്റി നിന്റെ ശവപ്പെട്ടിക്ക് ഞാൻ നാണിയടിക്കാം. ഇവൻ്റെ കാമുകിക്കൊരു പേര് വേണമല്ലോ, ഇത് കൃതിക, അപ്പോഴത് റിയ ആക്കാം. അങ്ങനെ രാജുവിനൊരു കാമുകിയുണ്ടെന്നും അത് റിയയാണെന്നും ഒക്കെ കൊച്ചമ്മണിയെ വരുത്തി തീർക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ട റിയയ്ക്ക്, തന്നോടൊരു കാര്യം തുറന്നു പറയണമെന്ന് ഞാൻ കല്യാണത്തിന് മുമ്പേ വിചാരിച്ചതാണ്. പക്ഷേ അതിനുള്ള ധൈര്യം എനിക്ക് ഇതുവരെയും കിട്ടിയില്ല. അത് കേട്ടിട്ട് കൊച്ചമ്മണി എഴുതുവാണ്. പക്ഷേ അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല കരളേ. ഒരു കരളൊക്കെ അങ്ങോട്ട് കിടക്കട്ടെ, പോത്തിൻ്റെയൊക്കെ ഒരുപാട് കരള് വറുത്തൊക്കെ തിന്നിട്ടുള്ളതല്ലേ. രാജു എഴുതുകയാണ്. എല്ലാവരെയും പോലെ എനിക്കും തന്നോട് പ്രണയം ഉണ്ടടോ. ആ പ്രണയം എൻ്റെ ഹൃതികയോടാണ്, എൻ്റെ ഹൃതികയോട് മാത്രം. അത് കേട്ടിട്ട് കൊച്ചമ്മണി എഴുതുക. എല്ലാവരെയും പോലെ എനിക്കൊരു പ്രണയമുണ്ട്, അത് കരമനയാറ് കൊലകുത്തി ഒഴുകുന്ന പോലെയാണ്. പക്ഷെ ആ പ്രേമം നിന്നോടല്ലെന്ന് മാത്രം, അത് വേറൊരു പെണ്ണിനോടാ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലേ ഉള്ള പ്രണയമാണ്. ഒരു റിയ, വരട്ടുമാറ റിയ എന്നാണ് എൻ്റെ കാമുകിയുടെ പേര്. രാജു എഴുതുകയാണ്. പണ്ടൊന്നും എനിക്കെൻ്റെ ഹൃതികയോട് പ്രണയം ഉണ്ടായിരുന്നില്ല, പക്ഷേ വല്ലാത്ത ഒരിഷ്ടം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചമ്മണി എഴുതുക, ഞാനും റിയയും ചെറുപ്പകാലം മുതലേ തുടങ്ങിയ പ്രണയമാണ്. പക്ഷേ ഇത് ഇതുവരെയും ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഊട്ടി, മേട്ടുപ്പാളയം, വയനാട്, തേക്കടി, കൊടൈക്കനാൽ, കുമരകം എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെയുള്ള ഹോട്ടലുകളിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുകയും ചെയ്തു. അതാണ് നീ പ്രേമം പ്രേമം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നിന്നെ പ്രേമിക്കാൻ പറ്റാത്തത്. രാജു എഴുതുകയാണ്. ഞാൻ എൻ്റെ പ്രണയം ഹൃതികയോട് പറയാൻ ഒരുപാട് വൈകിപ്പോയി. എൻ്റെ ഡിയർ, അതിനെന്നോട് ക്ഷമിക്കണം. അതിന് കൊച്ചമ്മണി എഴുതുകയാണ്. ഞാനും എൻ്റെ ചക്കര വരട്ടിപ്പാറ റിയയും കൂടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലാണ് ജീവിച്ചത്. കുറേ വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഈ മാരേജ് ലൈഫ് നീയായിട്ട് ഒരിക്കലും നശിപ്പിക്കരുത്. രാജു വീണ്ടും എഴുതുവാണ്. ഞാൻ പല പ്രാവശ്യം ഞാൻ എൻ്റെ ഹൃതികയോട് എൻ്റെ പ്രണയം പറയാൻ വന്നതാണ്. എൻ്റെ കഷ്ടകാലത്തിന് അതൊന്നും എനിക്കങ്ങോട്ട് തുറന്നു പറയാൻ പറ്റിയില്ല. അതിന് കൊച്ചമ്മണി എഴുതുകയാണ്. ഞാനും റിയയും തമ്മിലുള്ള വിവാഹബന്ധം പല പ്രാവശ്യം നിന്നോട് തുറന്നു പറയാൻ ഞാൻ വന്നതാണ്, പക്ഷേ അതിന് എനിക്ക് സാധിച്ചില്ല. രാജു ഹൃതികയ്ക്ക് എഴുതുവാണ് വീണ്ടും. പക്ഷേ എൻ്റെ ഹൃതിക ഇപ്പോൾ എൻ്റെ അടുത്തില്ലാത്തതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതിന് കൊച്ചമ്മണി എഴുതി പിടിപ്പിക്കുവാണ്. നിന്നെ താലി കെട്ടിയെന്ന് കരുതി എനിക്ക് എൻ്റെ റിയയെ ഉപേക്ഷിക്കാനോ മറക്കാനോ ഒന്നും കഴിയില്ല. രാജു എഴുതുക. എൻ്റെ ഹൃതികയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. എനിക്ക് നിന്നോട് പ്രണയമാണ്. ഇന്നു മുതൽ നമ്മുടെ പ്രണയകാല ജീവിതം ആരംഭിക്കുവാണ്, അതോടൊപ്പം തന്നെ ഒരു വിവാഹ ജീവിതവും എന്ന് ഹൃതികയുടെ മാത്രം രാജു. കൊച്ചമ്മണി മനസ്സിൽ പറയുക, ഇതങ്ങനെ അവസാനിപ്പിച്ചാൽ പറ്റത്തില്ലല്ലോ, ഇതിനൊരു അന്ത്യകുദാശ വേണ്ടേ. ഹൃതികെ, ഞാനും റിയയും തമ്മിലുള്ള വിവാഹബന്ധത്തിന് നീ ഒരു വിലങ്ങുതടിയായി നിൽക്കരുത്. നിനക്ക് വേറെ ഒത്തിരി ചെറുപ്പക്കാരെ ഭർത്താക്കന്മാരായിട്ട് കിട്ടിയേക്കും, പക്ഷെ എനിക്ക് എൻ്റെ റിയ മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സിലും എൻ്റെ ജീവിതത്തിലും അവൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദേവിയത് നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. അങ്ങനെയൊക്കെ ആ വക്രബുദ്ധിക്കാരിയായ കൊച്ചമ്മണി കാശ് മോഹിച്ച് നല്ല ഒരു പ്രണയബന്ധം തകർക്കുവാണിരുന്നുകൊണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, കൊച്ചമ്മണിയല്ല ആര് വിചാരിച്ചാലും രാജുവിനെയും ഹൃതിയെയും വേറെ പിരിക്കാൻ കഴിയില്ല. കൊച്ചമ്മണിയുടെ കുനിഷ്ഠ ബുദ്ധിയൊന്നും ഇവിടെ നടക്കില്ല. പക്ഷേ രാജുവിൻ്റെയും ഹൃതിയുടെയും കാര്യത്തിൽ കൊച്ചമ്മണി കളിച്ചാൽ കൊച്ചമ്മണിക്ക് പിടിവീഴും, കൊച്ചമ്മണി ജയിലിൽ പോവുകയും ചെയ്യും. രാജു എഴുതിയ കത്ത് കൊച്ചമ്മണി മാറ്റിവെച്ചിട്ട് എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.